തുടരും സിനിമയുടെ ടൈറ്റിൽ സോങ്ങിൻ്റെ വീഡിയോ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ട്. കഥ തുടരുമെന്ന ഈ ഒരു സോങ്ങിൽ കാണിക്കുന്ന ലാലേട്ടൻ്റെ പിക്കുകളൊക്കെ കാണുമ്പോൾ 80കളിലും 90കളിലുള്ള വിൻറ്റേജ് ലാലേട്ടനെ പലരും ഓർത്തിട്ടുണ്ടാവും. ശരിക്കും ഈ ഒരു ടൈറ്റിൽ സോങ് തന്നെ ഒരു ഫാൻ ബോയ് ട്രിബ്യൂട്ട് തന്നെയാണ്. എന്തായാലും ഈ ഒരു സോങ് തിയേറ്ററിൽ കണ്ടവർക്ക് അറിയാം, നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സോങ് നൽകിയത്. തരൺമൂർത്തി ലാലേട്ടൻ കൂട്ടുകെട്ട് ഇതുപോലെ നല്ല ചിത്രങ്ങളിൽ ഇനിയും തുടരട്ടെ. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ ആദ്യമായിട്ടൊരു മലയാള സിനിമ 100 കോടിയോളം രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി. 20 ദിവസത്തെ തുടരും സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് എസ്റ്റിമേറ്റഡ് കളക്ഷൻ ഏകദേശം 102 കോടിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. 101 കോടി 89 ലക്ഷം രൂപയാണ് തുടരും സിനിമയുടെ 20 ദിവസത്തെ കേരള എസ്റ്റിമേറ്റഡ് കളക്ഷൻ. ഇന്നലത്തെ മാത്രം സിനിമയുടെ കേരള എസ്റ്റിമേറ്റഡ് കളക്ഷൻ 1 കോടി 89 ലക്ഷമാണ്. തുടരും സിനിമയുടെ 20 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 211 കോടി രൂപയാണ്. തുടരും സിനിമയുടെ വേൾഡ് വൈഡ് ഷെയർ കളക്ഷൻ 89 കോടി രൂപയാണ്. മലയാളത്തിൽ നിന്നും ഏറ്റവും വലിയ വേൾഡ് വൈഡ് ഷെയർ കളക്ഷൻ കിട്ടിയ ടോപ്പ് 3 സിനിമകളിൽ 2ാം സ്ഥാനത്താണ് തുടരും സിനിമ നിലവിലുള്ളത്. എമ്പുരാൻ സിനിമയ്ക്കാണ് ഏറ്റവും വലിയ ഷെയർ കളക്ഷൻ വേൾഡ് വൈഡിൽ നിന്നും കിട്ടിയത്. 115 കോടി രൂപയാണ് എമ്പുരാൻ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഷെയർ കളക്ഷൻ. തുടരും സിനിമ 2ാം സ്ഥാനം നേടിയപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ആണ് 3ാം സ്ഥാനം നേടിയിരിക്കുന്നത്. 86 കോടി 50 ലക്ഷം രൂപയാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ വേൾഡ് വൈഡ് ഷെയർ കളക്ഷൻ. തുടരും സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.